ജൂലൈ 6 ഇന്ന് വർദ്ധിച്ചു വരുന്ന സ്ത്രീപീഡന കേസുകളിൽപ്പെട്ടവരുടെയും അതിന് ഇരയാകുന്നവരുടെയും സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കാൻ പോരുന്ന വിശുദ്ധ മരിയ ഗോരറ്റിയുടെ തിരുനാളാണ് സഭ ഇന്ന് ആഘോഷിക്കുന്നത്. ഇറ്റലിയിലെ ദരിദ്രമായ ഒരു ഗ്രാമത്തിൽ തീർത്തും ദരിദ്രമായ ഒരു കർഷക തൊഴിലാളി കുടുംബത്തിലെ 4 മക്കളിൽ ഒരുവളായിട്ടാണ് മരിയ ഗോരറ്റി ജനിച്ചത്. ആ കുടുംബത്തിന്റെ ദാരിദ്ര്യത്തിന്റെ കഠിനമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിൽ ഈ കുട്ടിക്ക് പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. എഴുതുവാനോ വായിക്കുവാനോ സാധിക്കാത്ത നിരക്ഷരകുക്ഷിയായിട്ടുള്ള ഒരു ബാലികയായിരുന്നു മരിയ. അവൾക്ക് 9 വയസ്സ് പ്രായമായപ്പോൾ ഉള്ള കിടപ്പാടം പോലും വിറ്റ് പിതാവ് കുടുംബത്തോടൊപ്പം മധ്യധരണിയാഴി സമുദ്രതീരത്തുള്ള നെത്തൂന എന്ന ഗ്രാമത്തിൽ വന്ന് താമസം തുടങ്ങി. അതൊരു വാടക വീട്ടിലായിരുന്നു. ആ വാടക വീട് ഇന്നും അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ വീടിന്റെ ഉടമസ്ഥനും ആ വീട്ടിൽ തന്നെ ആയിരുന്നു താമസം. ആ ഉടമസ്ഥനായിട്ടുള്ള ആ വ്യക്തിയുടെ ഒരു ജോലിക്കാരി എന്ന രീതിയിലാണ് മരിയയുടെ അമ്മ ജീവിക്കാനിട വന്നത്. മരിയയ്ക്ക് 10 വയസ്സ് ആയപ്പോൾ നെത്തൂനായിൽ വന്ന് ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ അസുഖം പിടിപെട്ട് പിതാവ് മരണമടഞ്ഞു. അതുകൊണ്ട് കുടുംബഭാരം മുഴുവനും മാതാവ് അസൂന്തയിൽ വന്നു ചേർന്നു. അസൂന്ത താൻ താമസിക്കുന്ന വാടക വീട്ടിന്റെ ഉടമസ്ഥന്റെ ഒരു തൊഴിലാളി എന്ന രീതിയിൽ ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടായിരുന്നു ആ കുടുംബത്തെ പോറ്റിയിരുന്നത്. ആ ഉടമസ്ഥന്റെ മകൻ അലക്സാണ്ടർ കൗമാരത്തിലേക്ക് കടന്ന ആ മനുഷ്യനെ കൗമാരത്തിന്റേതായിട്ടുള്ള ചാബല്യത്തിന്റെ അടിസ്ഥാനത്തിൽ പല പ്രാവശ്യം മരിയയുടെ അടുത്ത് വന്ന് തെറ്റു ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രലോഭനങ്ങൾ നൽകാനിട വന്നു. മരിയ അന്ന് വളരെയേറെ ചെറുപ്പമായിരുന്നു എന്ന് വരികിലും ആകൃതിയിലും പ്രകൃതിയിലും മറ്റു കുട്ടികളെക്കാൾ കൂടുതൽ വലിപ്പം അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ചില സ്ത്രീത്വത്തിലേക്ക് അവൾ പ്രവേശിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അലക്സാണ്ടറിന്റെ ആഗ്രഹങ്ങള് എല്ലാ തരത്തിലും അവൾ നിഷേധിച്ചു. അവൾ അലക്സാണ്ടറിനോട് പല പ്രാവശ്യം പറഞ്ഞു, അലക്സാണ്ടറെ, അത് പാപമാണ്, ദൈവത്തിന് അത് ഇഷ്ടമല്ല, ഞാൻ പാപം ചെയ്യാൻ ഒരിക്കലും തയ്യാറാകില്ല, ഞാൻ മരിക്കാൻ പോലും സന്നദ്ധയാണ്. അലക്സാണ്ടറിന്റെ ശല്യം കൂടി വന്നപ്പോ അമ്മയോട് അവൾ പറയുന്നു. ആ പറയുന്ന അവസരത്തിൽ അവൾ കൂട്ടിച്ചേർത്തു, എന്റെ ശരീരം കഷ്ണം കഷ്ണമായിട്ട് വെട്ടി നുറുക്കാനിട വന്നാലും അമ്മേ, ഞാൻ ഒരിക്കലും പാപം ചെയ്യുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവൾ ജീവിതം തള്ളി നീക്കിയത്. ഒരു ചൂടുകാലത്ത് ഉച്ച കഴിഞ്ഞുള്ള സമയം അവൾ സ്വന്തം മുറിയിലിരുന്നു കൊണ്ട് എന്തോ തയ്ച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അവസരത്തിൽ അമ്മയില്ല എന്ന് ഉറപ്പുവരുത്തിയ അലക്സാണ്ടർ മരിയയെ സമീപിക്കുകയും തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അതിന് ഒരിക്കലും വഴിപ്പെടാതിരുന്ന മരിയയെ തന്റെ വസ്ത്രത്തിന്റെ ഉള്ളിൽ ഒളിച്ചു വച്ചിരുന്ന കഠാരിയെടുത്ത് 14 പ്രാവശ്യം കുത്തുകയാണ്. ആ അവസരത്തിൽ മരിയ സഹായത്തിനു വേണ്ടി നിലവിളിക്കുന്നു. ആ നിലവിളിയുടെ ഇടയ്ക്ക് മരിയ പറയുന്നു, അലക്സാണ്ടറെ, പാപമാണ്, ചെയ്യരുത്, ദൈവത്തിന് അതിഷ്ടമില്ല എന്ന് പറയുമ്പോഴേക്കും അലക്സാണ്ടർ സ്ഥലം വിട്ടിരുന്നു. ബഹളം കേട്ട് ആ വീട്ടിൽ തന്നെ മറ്റൊരു റൂമിൽ അടിച്ച് തളിച്ച് വൃത്തിയാക്കിക്കൊണ്ടിരുന്ന അമ്മ സ്വരം കേട്ട് മകളുടെ അടുത്തേക്ക് എത്തുമ്പോ മകൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. അമ്മ ഉടനെ തന്നെ ഒരു വൈദികനെയാണ് വിളിക്കാൻ ഇടവരുന്നത്. അമ്മയുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ അതിശക്തമായിട്ടുള്ള ഒരു പ്രകാശനമായിട്ട് നമുക്കത് കണ്ടുകൂടെ. ആ വൈദികന്റെ അടുത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന മരിയ കുമ്പസാരിക്കുന്നു. ആ കുമ്പസാരത്തിന് ശേഷം മരിയ ആ വൈദികനോട് പറയുകയാണ്, അച്ചോ, ഞാൻ അലക്സാണ്ടറിനോട് ക്ഷമിച്ചിരിക്കുന്നു, എന്നെങ്കിലും അലക്സാണ്ടർ മനസ്തപിക്കുക തന്നെ ചെയ്യും. ഉടനെ തന്നെ ആസ്പത്രിയിലേക്ക് മാറ്റപ്പെട്ട മരിയ 24 മണിക്കൂറിനുള്ളിൽ ആസ്പത്രിയിൽ കിടന്ന് മരണമടയുന്നു. ഈയൊരു വാർത്ത ആ ഗ്രാമത്തിലെ കാട്ടുതീ പോലെ പരന്നു. നിർമ്മല ഹൃദയത്തോടുകൂടി ജീവിച്ചിരുന്ന ആ ബാലികയുടെ അതിദാരുണമായിട്ടുള്ള മരണം ആ ഗ്രാമവാസികളെ
അക്ഷരാർത്ഥത്തിൽ ദുഃഖിപ്പിച്ചു. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് അലക്സാണ്ടർ പിടിക്കപ്പെടുകയും 30 വർഷം ജയിൽ ശിക്ഷ അലക്സാണ്ടറിനെ നൽകുകയും ചെയ്തു. 27 വർഷം ജയിൽവാസം കഴിഞ്ഞതിന് ശേഷം അലക്സാണ്ടർ ജയിലിൽ നിന്ന് വിമുക്തനായി തിരിച്ചു വന്ന് മരിയായുടെ അമ്മയെ അടുത്ത് ചെന്ന് മനസ്തപിച്ച് മാപ്പ് ചോദിക്കുന്നു. അതിനുശേഷം അലക്സാണ്ടർ ഒരു സന്യാസ ഭവനത്തിൽ അംഗമായിട്ട് ചേരുകയും അങ്ങനെ ഒരു താപസ ജീവിതം നയിക്കാൻ ഇടവരികയും ചെയ്യുന്നു. മരിയായെ പറ്റിയുള്ള ചിന്തകൾ, പഠനങ്ങളും പ്രാർത്ഥനകളും മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ 1947 മരിയയെ കത്തോലിക്ക സഭ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കുന്നു. ഈ അവസരത്തിൽ സ്വന്തം അമ്മയായ അസൂന്തയും 82 വയസ്സ് പ്രായമുള്ള ആ വൃദ്ധയും തൻ്റെ 3 മക്കളും 2 പെൺമക്കളും ഒരു മകനും ആ കൃത്യത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി വത്തിക്കാന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്നു എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനുശേഷം 1950 12ാം പിയൂസ് മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായ മരിയ ഗോരറ്റിയെ വിശുദ്ധിയായിട്ട് നാമകരണം ചെയ്യുന്നത്. ആ നാമകരണ ചടങ്ങിൽ മരിയയെ കൊലപ്പെടുത്താനിടവന്ന അലക്സാണ്ടർ മനസ്താപത്തിന്റെ ആഴത്താൽ ഭരിക്കപ്പെട്ട് 2.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന നാമകരണ നടപടികളിൽ വത്തിക്കാൻ സ്ക്വയറിൽ പതിച്ചിരുന്ന കരിങ്കൽ പാളികളിൽ മുട്ടിന്മേൽ നിന്ന് സംബന്ധിക്കാൻ ഇടവന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ആ നാമകരണ പ്രക്രിയയിൽ സ്വന്തം മകളെ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കുന്ന ആ ധന്യമായ ആ വേളയിൽ സ്വന്തം അമ്മ അതിന് ദൃക്സാക്ഷിയായിട്ട് ആ വേദിയിലുണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഈ കുട്ടിയുടെ ചരിത്രം ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ വായിക്കാനിടവന്നുള്ളത് കൊണ്ട് എൻ്റെ മനസ്സിൽ വളരെയേറെ ആവേശവും മതിപ്പും ഉളവാക്കിയ ഒരു ജീവിതമായിരുന്നു മരിയ ഗോരറ്റിയുടേത്. അതിൻ്റെ അടിസ്ഥാനത്തിലും കൂടെ എനിക്ക് അല്പം അസുഖം നേരിട്ടു എന്ന് വരികിലും ഞാൻ നെത്തൂനായിൽ പോവുകയും അവിടെ മരിയ ജീവിച്ചിരുന്ന ആ കൊച്ചു മുറിയിൽ പ്രവേശിക്കുകയും അവിടെ മരണസമയത്ത് മരിയ ധരിച്ചിരുന്ന ഒരു നൈറ്റി പോലെയുള്ള ഒരു വസ്ത്രം അതിൽ സംരക്ഷിച്ചു പോരുന്ന ഒരു ഷെൽഫിൽ ആങ്കറിൽ ഇട്ടിരിക്കുന്ന ഇത് ഞാൻ കാണുകയും ചെയ്തപ്പോൾ വലിയ ചിന്തകളാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നുപോയത്. അതിനുശേഷം റോമിലെ വിശുദ്ധ മരിയയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഞാൻ സന്ദർശനം നടത്തിയപ്പോൾ ഈ കൊച്ചു ബാലിക മരിച്ചു കിടക്കുന്ന ഒരു രംഗം അവിടെ ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അറിയാതെ തന്നെ ആ ബാലികയുടെ മുമ്പിൽ മുട്ടിന്മേൽ നിൽക്കാനിടവന്നു എന്നുള്ളത് ഇന്നലെ നടന്ന പോലെ സജീവമായ രീതിയിൽ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കാനിട വരുന്നു. ഇന്ന് വളരെ ദുഃഖകരമായ രീതിയിൽ യുവജനങ്ങൾ അകപ്പെട്ടു പോകുന്ന പാപകരമായിട്ടുള്ള അവസ്ഥയ്ക്ക് ഒരു പരിഹാരം, അതിനുള്ള ഒരു അവരോട് വസ്തുനിഷ്ഠമായ രീതിയിൽ സംസാരിക്കുന്ന നിർമ്മലമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ മരിയ ഗോരറ്റി എന്ന് നിസ്സംശയം നമുക്ക് പറയാം. മരിയ ഗോരറ്റി മരിക്കുമ്പോൾ 12 വയസ്സ് അവൾക്ക് തികഞ്ഞിട്ടുണ്ടായിട്ടില്ല. 1890 ജനിച്ച അവൾ 1902 മരണമടയുകയാണ്. 1947 വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. 1950 വിശുദ്ധ എന്ന നിലയിൽ അവൾ നാമകരണം ചെയ്യപ്പെടുന്നു.